എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുക്കളയിൽ സ്ഥലം ലാഭിക്കാനും അതുപോലെ തന്നെ അടുക്കള നല്ല നീറ്റും ഓർഗനൈസ്ഡും ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം പലപ്പോഴും നമ്മുടെ അടുക്കളയിൽ സ്പേസ് ഒരു പ്രശ്നമാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റെൻറ്റിനൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ അടുക്കളയിൽ വരുത്താനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതുപോലെ ചെറിയ അടുക്കളയാണ്, അതുപോലെ കിച്ചൺ ക്യാബിനറ്റ് ഇല്ല, ഷെൽഫുകളില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്പേസ് കണ്ടെത്താനും അതുപോലെ സ്ഥലം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഓർഗനൈസേഴ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഓർഗനൈസറാണിത്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള പോട്ടുകൾ, പാനുകൾ, അതുപോലെ കലം ചട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടൊക്കെ നിരത്തി വെക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി സ്ഥലം നമുക്കതിൽ നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു പോട്ട് ഓർഗനൈസർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ സാധനങ്ങൾ, അതായത് നമ്മുടെ ഫ്രൈ പാൻ, സോസ് പാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ നേരത്തെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് പോട്ടുകളും പാനുകളും ഒക്കെ എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ഞാൻ ആമസോണിൽ നിന്ന് ഇങ്ങനൊരു പോട്ട് ഓർഗനൈസർ വാങ്ങിച്ചു. അപ്പോൾ അത് നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ സാധനങ്ങൾ, പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ നല്ല പോലെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും. ഒരുപാട് സ്ഥലവും വേണ്ട. നമുക്കിത് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിവർത്തി വെച്ചിട്ട് വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പോട്ടുകളെടുത്ത് വയ്ക്കാം. അതും അല്ലെങ്കിൽ അത് നമുക്ക് ചരിച്ച് വയ്ക്കാം. അങ്ങനെ വെച്ചിട്ടും നമുക്ക് നമ്മുടെ സ്പേസ് എങ്ങനെയാണോ നമുക്കുള്ളത് അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് ഉള്ളത് ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ 5 എണ്ണം ഉള്ളിൽ വെക്കുന്നതും പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരെണ്ണം വെക്കുന്നതും ആ ഒരു രീതിയിലുള്ളതാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 7-8 മാസമൊക്കെ ആയി. ഇതുവരെ ഇതിൽ തുരുമ്പെടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വയ്ക്കാനായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇരുമ്പിൻ്റെ ചട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാനായിട്ടും ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ കലങ്ങൾ, മൺചട്ടികളൊക്കെ വയ്ക്കാനും ഉപയോഗിക്കാം. അപ്പം ഞാൻ ദാ ഇതുപോലെ ഒരു ചെറിയ ഷെൽഫുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കമത്തിയിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് വെർട്ടിക്കലായിട്ടല്ല, ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ പോട്ടുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികം സ്ഥലമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു 4 ടയർ റാക്കാണിത്. അപ്പോൾ ഈ റാക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലായിട്ട് ചെറിയ ചക്രങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഒട്ടും തന്നെ സ്പേസ് വേണ്ട. വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്കിതിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ 4 തട്ടിലും പല ടൈപ്പ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് സവാള, ഇഞ്ചി, ഉള്ളി അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാളയുടെയൊക്കെ പൊടി താഴെ വീഴാനായിട്ട് ഇതുപോലുള്ളൊരു കാർട്ടൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൊടിയൊന്നും താഴത്തെ ഷെൽഫിലേക്ക് വീഴില്ല. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും കുറച്ച് എളുപ്പമാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങൾ, അതായത് പുതിയത് വാങ്ങിച്ച കുറച്ച് ബോട്ടിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ച് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ കുറച്ച് ക്ലീനിങ്ങിന് വേണ്ട സാധനങ്ങൾ, ഹാൻഡ് വാഷിൻ്റെ വലിയ പൗച്ച് വാങ്ങിച്ചിട്ട് അതിൽ ബാക്കിയുള്ളത്, അങ്ങനെയുള്ളതൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാള ഞാൻ ഇതിലിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമാണ്, അധികം കുനിയേണ്ട. അതുകൊണ്ടാണ് അതിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു റാക്ക് കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിങ്ങനെ നമുക്ക് ഉന്തി തള്ളി കയറ്റി വെക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഏത് സ്ഥലത്താണോ നമ്മളിത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ താഴെ ചക്രങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാനും അതുപോലെ തന്നെ തിരിച്ച് കയറ്റി വെക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഈ റാക്കിന് ഒരു പോരായ്മയുള്ളത് ഇന്നത്തിരി ബലം കുറവാണ്. ആ ഒരു പോരായ്മയാണ് ഇതിനുള്ളത്. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വെക്കുകയാണെങ്കിൽ അത് അത്ര പ്രശ്നമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വലിച്ചെടുക്കുമ്പോഴും ആ ഒരു ബലക്കുറവ് അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അത് താഴത്തെ തട്ടിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും.
അപ്പോൾ ഈ ഒരു ഫോട്ടോയർ റാക്കും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ വാങ്ങിച്ചിട്ട് 1 വർഷമായി. പക്ഷേ ഇത് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ പറ്റും. അധികം സ്ഥലമൊന്നും വേണ്ട. ഞാനിതിപ്പോൾ അടുക്കളയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് കാണിച്ചതേ ഉള്ളൂ. അടുക്കളയിൽ ഷൂട്ട് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണത്. ഇനി നമുക്ക് അടുത്തൊരു റാക്ക് പരിചയപ്പെടാം. ഇത് ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റാണ്. നമുക്കിത് തൂക്കിയിടാനായിട്ട് സാധിക്കും. മെറ്റലിൻ്റെ ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചൻ്റെ ഡോറിൽ അതുപോലെ അല്ലെങ്കിൽ ജനലിൻ്റെ കമ്പികളിലൊക്കെ തൂക്കിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട്. മാത്രമല്ല കുറച്ച് നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഇരിക്കും. അപ്പോൾ ഞാനിതുപോലെ കത്രികകൾ പിന്നെ ഫോർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ജനലിലാണ് വെച്ചിരിക്കുന്നത്, അടുക്കളയിലെ ജനലിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും തുണികളോ നമ്മുടെ കിച്ചൺ ടവൽസോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ഓർഗനൈസ്ഡാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഓർഗനൈസറാണിത്. ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. 4 ടയർ ഓർഗനൈസറാണ്. 4 തട്ടുകളുണ്ട് ഇതിന്. അപ്പോൾ 4 തട്ടായിട്ട് ഒരു വലുതാക്കിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിൻ്റെ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം മുകളിലത്തെ തട്ടിൽ ചെറിയ പാത്രങ്ങളുടെ അടപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ അധികം ഉപയോഗിക്കാത്ത കുറച്ച് സ്പൂണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തെ 2 തട്ടുണ്ട്, അതിലും ഇതുപോലുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എനിക്ക് ഈ ഒരു ഓർഗനൈസർ തോന്നിയിട്ടുള്ളത്. ഇത് നമുക്ക് ഫുള്ളായിട്ട് എടുത്ത് വെക്കാം. ഫുള്ളായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം എൻ്റെ അടുക്കള വളരെ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഷെൽഫുകളൊന്നുമില്ല, അതുപോലെ കബോർഡുകളൊന്നും ഇല്ലാത്തൊരു അടുക്കളയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഓർഗനൈസർ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനിതിങ്ങനെ 2 തട്ടായിട്ട് തിരിച്ച് കഴിഞ്ഞപ്പം ഏറ്റവും മുകളിൽ വരുന്ന ഒരു തട്ടിന് അടപ്പില്ല, അതിങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് പൊടിയുടെ പ്രശ്നം അത്ര അധികം ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. ഈ വീഡിയോയിലുള്ള മിക്ക പ്രോഡക്റ്റുകളും തന്നെ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതുവരെ എനിക്ക് ഇതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല പ്രോഡക്റ്റുകൾ തന്നെയായിരുന്നു എല്ലാം. ഇനി അടുത്തതായിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. ഇതും ഒരു ഓർഗനൈസർ തന്നെയാണ്. ഇത് 3 ലെവലുകളായിട്ട് നമുക്ക് സാധനങ്ങൾ അടക്കി വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്. ഞാനിപ്പോൾ ഇത് നമ്മുടെ അടുക്കളയിൽ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ സ്ലാബിൻ്റെ താഴെയായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ അടക്കി വെക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കുറഞ്ഞ സ്ഥലത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ അടുക്കളയാണ്, അതുപോലെ തന്നെ ഷെൽഫുകൾ കബോർഡുകൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കുമ്പോൾ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അതിനുശേഷം വാങ്ങിച്ചൊരു ഓർഗനൈസറാണ്. നമുക്കിത് പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 തട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു തട്ട് വെറുതെ വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ പാത്രങ്ങൾ വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എല്ലാ പാത്രങ്ങളും എടുക്കാനും അതുപോലെ തന്നെ തിരിച്ചു വെക്കാനും ഒക്കെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ബിഗ് ബസാറിൽ നിന്നാണ് വാങ്ങിച്ചത്, ഓൺലൈനായിട്ടല്ല വാങ്ങിച്ചത്. ബിഗ് ബസാറിൽ നിന്ന് അന്ന് വാങ്ങുമ്പോൾ ഇതിന് 900 രൂപയായിരുന്നു. അപ്പോൾ കുറേ നാളായി ഇതൊക്കെ വാങ്ങിച്ചിട്ട്. ഈ റാക്ക് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 8 മാസമൊക്കെ ആയി. നമ്മുടെ ലോക്ക്ഡൗണിനൊക്കെ മുന്നേ വാങ്ങിച്ചതാണ്. അതുപോലെ മുൻപ് പറഞ്ഞ മറ്റ് പ്രോഡക്റ്റുകൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റുകളൊക്കെ 6 മാസത്തിന് മേലെയായി വാങ്ങിച്ചിട്ട്. എല്ലാം ലോക്ക്ഡൗണിന് മുന്നായിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റുകളാണ്. എല്ലാം നല്ല പ്രോഡക്റ്റുകളാണ്. ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ അടുക്കള കുറച്ചും കൂടി നീറ്റും ഓർഗനൈസ്ഡും ആയിട്ടിരിക്കും. അതുപോലെ നമുക്ക് കുറച്ച് സ്ഥലം ലാഭിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ അടുക്കളകളാണ്, അധികം സ്ഥലമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഓർഗനൈസറുകൾ ഉണ്ടെങ്കിൽ വളരെയധികം സ്ഥലം ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വാങ്ങിച്ച എല്ലാ ഓർഗനൈസേഴ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.